എൻ്റെ പേര് റോസ്മോൾ റോബർട്ട്. ഞാനിവിടെ ഉടമ്പടി എടുക്കുന്നത് എൻ്റെ 2 വർഷമായിട്ട് കഷ്ടപ്പെട്ട് പഠിച്ചിട്ട് കിട്ടാതെ പോയ കേറ്ററ്റ് എക്സാം ക്വാളിഫൈ ചെയ്യുക, അങ്ങനെ ഒരു ആഗ്രഹമായിട്ടാണ് ഞാനിവിടെ വരുന്നത്. അപ്പം ശരിക്കും ഒരു ആഗ്രഹം മാത്രം എന്ന് പറയാൻ കാരണം അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ അച്ഛൻ മരിച്ചിട്ട് ഞങ്ങളൊരു തളർന്ന അവസ്ഥയായിരുന്നു. അപ്പോൾ അങ്ങനെ ആയതുകൊണ്ട് ഇതൊരു ആഗ്രഹം മാത്രമാണ്. എന്നിട്ട് ഞാനിവിടെ എത്താൻ കാരണം വീട്ടുകാരുടെയും നാട്ടുകാരുടെയൊക്കെ ജോലി കിട്ടിയില്ലേ, കേറ്ററ്റ് കിട്ടിയില്ലേ, അങ്ങനെയുള്ള ചോദ്യങ്ങൾ കേട്ട് സഹിക്കാൻ വയ്യത്. അങ്ങനെ ആൻറ്റി പറഞ്ഞാണ് ഞാനിവിടെ ഉടമ്പടി എടുക്കുന്നത്. അങ്ങനെ ഉടമ്പടി എടുത്തപ്പോഴും ഞാൻ മാനസികമായിട്ട് തളർന്നു തന്നെയാണ് ഉടമ്പടി എടുക്കുന്നത്. ആഗ്രഹം അതൊന്ന് സാധിക്കണമെന്നുണ്ട്, പക്ഷേ അതിനേക്കാളും വലിയൊരു നഷ്ടത്തിൽ ഇങ്ങനെ നിൽക്കുമ്പോഴാണ് ഉടമ്പടി എടുത്ത് വരുന്നത്. വന്നതിന് ശേഷം ഞാൻ എല്ലാം ഇവിടെ വന്ന പ്രാർത്ഥനയിൽ കൂടി അതിനുശേഷം ഇവർ പറയുന്ന പോലെ ഉടമ്പടി പറയുന്ന ഓരോ കാര്യങ്ങളും രാവിലെ 5:30 കയറ്റി പ്രാർത്ഥിക്കുക, പിന്നെ രാത്രിയിൽ സന്ധ്യാപ്രാർത്ഥന ചൊല്ലുക, അതിനുശേഷം വീണ്ടും ഉടമ്പടി പ്രാർത്ഥന ചൊല്ലുക, പിന്നെ അതിനിടയ്ക്ക് കാരുണ്യ പ്രവർത്തികൾ ചെയ്യുക. പിന്നെ കാരുണ്യ പ്രവർത്തികളായിട്ട് ഞാൻ ചെയ്തത് എന്താ വെച്ചാൽ, ഉടമ്പടിയിലൂടെ എനിക്ക് കിട്ടിയ ഒരു ഇതെന്ന് വെച്ചാൽ, ആരെങ്കിലും യാചകരെ കണ്ടാൽ എന്തെങ്കിലും എൻ്റെ കയ്യിൽ ഉള്ളതുപോലെ കൊടുക്കാനൊക്കെ ഞാൻ ശ്രമിക്കാറുണ്ടായിരുന്നു. പിന്നെ ഞാൻ ചെയ്തത് ഈ പറഞ്ഞ പോലെ ഞാനൊരു 3 അധ്യാപകരുള്ളൊരു ഹോസ്റ്റലിൽ കുറേ കുട്ടികളുമായിട്ടാണ് താമസിക്കുന്നത്. അപ്പോൾ അങ്ങനെ വന്നപ്പം നമുക്ക് ഹോസ്റ്റലിൻ്റെ ഒരു ചാർജ് ഉണ്ട്. അപ്പം കുട്ടികൾക്ക് അസുഖങ്ങൾ വന്നാൽ ഞങ്ങൾക്ക് 3 പേർക്കും സ്പ്ലിറ്റ് ചെയ്താണ് ജോലി തരുന്നത്. അപ്പോൾ അങ്ങനെ വന്നപ്പം ഒരു ക്ലാസ് ടീച്ചർ എന്നതിലുപരി ഞാൻ പിള്ളേർക്ക് അസുഖം വരുമ്പോൾ മാക്സിമം മറ്റുള്ള അധ്യാപകരെ ഉൾപ്പെടുത്താതെ ഒരു കാരുണ്യ പ്രവൃത്തി എന്ന രീതിയിൽ എനിക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ കുട്ടികളെ കൊണ്ട് ആശുപത്രിയിൽ പോവുകയും അവർക്ക് മെഡിസിൻ വാങ്ങിച്ചു കൊടുക്കുക, അങ്ങനെയുള്ളത് ഞാൻ കാരുണ്യ പ്രവൃത്തിയായിട്ട് ചെയ്യാൻ തുടങ്ങി. പിന്നെ ഈ ഉടമ്പടിയുടെ ഭാഗമായിട്ട് ആഴ്ചയിൽ ആഴ്ചയിൽ ഒരു ദിവസം ഒരു നേരം ആഹാരം ഉപേക്ഷിക്കുക എന്നുള്ളത് എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ അത് കുറച്ചും കൂടെ ശക്തമാകുന്ന രീതിയിൽ തന്നെ എടുക്കാൻ ശ്രമിച്ചു. അതായത് ആഴ്ചയിൽ ബുധനും ശനിയും ആഴ്ചയിൽ ഒരു നേരം മാത്രം വെള്ളം മാത്രം കുടിച്ചുകൊണ്ട് മുന്നോട്ട് പോകാവുന്ന രീതിയിൽ വന്നു. കാരണം ഒരു കേറ്ററ്റ് കിട്ടുക, അങ്ങനെ അതൊന്നൊരു വാശിയോ എന്തോ ഒരു ആഗ്രഹം പോലെ തന്നെ മാതാവിൻ്റെ പ്രാർത്ഥനയോടൊപ്പം ഞാനത് ചെയ്തുകൊണ്ടിരുന്നു. അപ്പം ഇതിനിടയ്ക്ക് എല്ലാ ആഴ്ചയിലും പള്ളിയിൽ പോകാനും കുംസാരിക്കാനും ഒക്കെ ഈ ഉടമ്പടിയിലെ പോലെ തന്നെ ശ്രമിച്ചു. അങ്ങനെ മുന്നോട്ട് പോയി കുറേ കഴിഞ്ഞ് 90 ദിവസമൊക്കെ ആകാറാകുന്നതിന് മുമ്പ് തന്നെ ഞങ്ങളുടെ മൂന്നാം തവണയുള്ള എക്സാം വന്നു, കേറ്ററ്റ് എക്സാം വന്നു. പക്ഷേ അപ്പോഴും ഈ ജോലിക്കിടയിലോ ഇതിനിടയിൽ പഠിക്കാനോ അല്ലെങ്കിൽ പഠിക്കാനുള്ളൊരു മനസ്സോ എനിക്കില്ല, സാഹചര്യം അതിനനുസരിച്ചില്ലായിരുന്നു. അങ്ങനെ എക്സാം വന്നപ്പോൾ 2 വർഷം ശരിക്കും കഷ്ടപ്പെട്ടിട്ട് കിട്ടാതെ പോയ കേറ്ററ്റിന് വേണ്ടി വെറും ഒരാഴ്ച പഠിച്ചിട്ട് ഞാൻ പോയി എഴുതി. അങ്ങനെ എഴുതിയ എക്സാമിന് ഒരു പ്രതീക്ഷയില്ലാതെ എന്തൊക്കെയോ എഴുതി വെച്ചിട്ട് അവിടെ നിന്ന് ഇങ്ങനെ പോരുകയാണ് ചെയ്തത്. അപ്പോഴും എനിക്കൊരു പ്രതീക്ഷയില്ല, കിട്ടിയില്ലെന്ന് അന്നേ ഉറപ്പിച്ച് തന്നെയാണ് ഞാൻ ഇറങ്ങിയത്. അങ്ങനെ ഇരിക്കുമ്പോൾ പോലും ഞാൻ വീണ്ടും പ്രാർത്ഥന കണ്ടിന്യൂ ചെയ്തു. കിട്ടില്ലെന്ന പ്രതീക്ഷയിൽ തന്നെ ഞാൻ പ്രാർത്ഥന അങ്ങനെയൊക്കെ കണ്ടിന്യൂ ചെയ്ത് പോയി. അങ്ങനെ തുടർന്ന് പോയിട്ട് ഈ പറയുന്ന പോലെ എനിക്ക് മൂന്നാം തവണ എഴുതിയ എക്സാമിന് കേറ്റിട്ട് ക്വാളിഫൈഡ് ആയെന്ന് തന്നെ കണ്ടു. അത് കണ്ടപ്പോൾ 91 മാർക്ക് വേണ്ട എക്സാമിന് കൃത്യം 91 കിട്ടിയിട്ടാണ് ഞാൻ അന്ന് ജയിച്ചത്. എൻ്റെ ഹോസ്റ്റലിൽ നിന്ന് കൂടെയുള്ളവരെല്ലാം അത്ഭുതപ്പെട്ടു. വെറും ഒരാഴ്ച മാത്രം പഠിച്ചിട്ട് എന്ത് പോയി എഴുതി, അങ്ങനെ കിട്ടില്ലെന്ന് എല്ലാവർക്കും മനസ്സിലായി. അത്രയും അവർ അത്ഭുതപ്പെട്ടു. അപ്പോഴും എനിക്ക് ആ ഒരു വിശ്വാസം, മാതാവാണ് തന്നതെന്നുള്ള വിശ്വാസമുണ്ട്. പക്ഷേ അതൊരു കിട്ടിയതിൻ്റെ ഒരു സന്തോഷമോ അങ്ങനെയുള്ളൊരു ഇതിലല്ല ഞാൻ തളർന്ന് തന്നെയാണ് അപ്പോഴും നിൽക്കുന്നത്. അതിനുശേഷം ഞാൻ സാക്ഷ്യം പറയണമെന്ന് വിചാരിച്ചതാണ്. പക്ഷേ 2ാം തവണ ഇവിടെ സാക്ഷ്യം പറയാൻ ഞാൻ എത്തുകയും അതിൻ്റെ ഇടയ്ക്ക് ഇത് കൗണ്ടറിൽ വന്നപ്പോഴത്തേക്കും സാക്ഷ്യം പറയുന്ന ഒത്തിരി പേരുടെ തിരക്കൊക്കെ കണ്ടപ്പം എനിക്ക് പിന്നെ മാനസികമായിട്ട് ഇവിടെ വന്ന് പറയാനുള്ളൊരു ശക്തി ഇല്ലെന്നും കരുതി ഞാൻ സാക്ഷ്യം പറയാതെ പോയി. പക്ഷേ അമ്മ പറഞ്ഞൊരു കാര്യം, അമ്മയ്ക്ക് ഇങ്ങനെ സ്കിൻ ഇൻഫെക്ഷൻ ഉണ്ടായിരുന്നു, അതിൻ്റെ ഇടയ്ക്ക് എനിക്കും വന്നു. അപ്പോൾ അതിൻ്റെ ഒരു ഇതും കൂടെ പ്രാർത്ഥിച്ച് മാറ്റണമെന്നുള്ള ഇത് കിട്ടിയതിൻ്റെ ഒരു ധൈര്യം കൊണ്ടായിരിക്കും, അതും കൂടെ വെച്ചുകൊണ്ട് ഞാൻ വീണ്ടും ഒരു ഉടമ്പടി എടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ ആ നിയോഗം വെച്ചുകൊണ്ട് ഞാൻ ഈ പറഞ്ഞ പോലെ ഈ ഓരോ പ്രാർത്ഥനയും ഒരു ദിവസം പോലും മുടക്കാതെ ചെയ്യുകയും ഈ ഉടമ്പടി പറഞ്ഞ കാര്യങ്ങൾ ഇങ്ങനെ കൊണ്ടുപോവുകയും ചെയ്തു. അതിൻ്റെ ഫലമായിട്ട് എനിക്ക് 2ാം തവണ ഒരു അനുഗ്രഹവും കിട്ടി. ഒരു കുഴപ്പമില്ലാതെ 2 പേരുടെ ഇൻഫെക്ഷൻ മാറി, അങ്ങനെയൊക്കെ ആയി. അപ്പോൾ അമ്മ പറഞ്ഞു വെച്ചാൽ, ഞാൻ ഹോസ്റ്റലിൽ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ കൂടാതെ വീട്ടിൽ ചെന്ന് പ്രാർത്ഥിക്കുമ്പോൾ അമ്മ എന്താ ചെയ്യുന്നത് വെച്ചാൽ, ഈ എൻ്റെ കയ്യിലിരുന്ന ഉടമ്പടിയുടെ തൈലം തേച്ചാൽ മതി മാറും എന്നൊക്കെ പറഞ്ഞ് എന്നോട് അമ്മയെ പറഞ്ഞു. അപ്പം ഞാനും തേച്ചു, മമ്മിയും തേച്ചു. പിന്നെ ഉപ്പൊക്കെ എടുത്ത് ഇച്ചിരി ആഹാരത്തിൽ കൂടെ കൂട്ടുകയൊക്കെ ചെയ്തു. അപ്പോൾ അങ്ങനെ 2ാം തവണ ഞങ്ങളുടെ 2 പേരുടെയും സ്കിൻ ഇൻഫെക്ഷൻ അങ്ങനെ മാറി. അപ്പോഴും പിന്നെ 3ാം തവണ അപ്പോഴും ഞാൻ സാക്ഷ്യം പറയാൻ അങ്ങനെ ഇതായിട്ട് നിൽക്കുകയല്ലായിരുന്നു, അങ്ങനെ ഒരു കാര്യം എൻ്റെ മനസ്സിലേക്ക് വന്നില്ല. പക്ഷേ പിന്നീട് ഇതിന് കാരണമായത് എന്തെന്ന് വെച്ചാൽ, ഈ പറഞ്ഞ പോലെ അച്ഛൻ്റെ മരണത്തിന് ശേഷം ഞാനും അനിയത്തിയും വിശ്വാസത്തിന് പൂർണ്ണമായിട്ട് മാറിയൊരു രീതി. എൻ്റെ അനിയത്തിയുടെ കാര്യം പറഞ്ഞാൽ അവൾ പ്രാർത്ഥന പോലും ചൊല്ലാൻ പറ്റാത്തൊരു സാഹചര്യത്തിലായിരുന്നു. പക്ഷെ അങ്ങനെ നിന്നപ്പോഴും അവൾക്ക് പഠനം കഴിഞ്ഞിട്ട് വെറുതെ ഇരുന്ന് ആകെ ഡിപ്രഷൻ അങ്ങനെ ഒരു അവസ്ഥയിൽ നിന്നപ്പം
അവൾക്ക് വീണ്ടും എനിക്ക് കിട്ടിയ ഒരു ഇത് വെച്ചിട്ട് ആ ഒരു വിശ്വാസം വെച്ചിട്ട് അവൾ വീണ്ടും അമ്മ പറഞ്ഞിട്ടൊക്കെ ഇവിടെ വന്ന് വീണ്ടും അവൾ ഒരു ഉടമ്പടി എടുത്തിട്ട് ഇത്ര ദിവസത്തിനുള്ളിൽ എനിക്ക് ജോലി കിട്ടുകയാണെങ്കിൽ ഇവിടെ വന്ന് സാക്ഷ്യം പറയുമെന്ന് പറഞ്ഞു. അങ്ങനെ അവൾ ഇവിടെ എത്തി ഉടമ്പടി എടുത്തു. കൃത്യം ഈ പറയുന്ന പോലെ ഞങ്ങൾ പറയുന്ന പോലെ ഇതെല്ലാം ചെയ്തു. അവൾ കാരുണ്യപ്രവർത്തികൾ കുറച്ചും കൂടെ ഫ്രീ ആയതുകൊണ്ട് കൂടുതൽ നന്നായിട്ട് ചെയ്യാൻ നോക്കി. അതായത് വൃദ്ധസദനത്തിലൊക്കെ പോയി കുറേ സമയം ചിലവഴിച്ച് അവർക്ക് വേണ്ടി പറ്റുന്നതൊക്കെ ചെയ്തു കൊടുത്തു. അങ്ങനെയൊക്കെ പ്രാർത്ഥിച്ച് മുന്നോട്ട് പോയി. അങ്ങനെ അവൾ വെച്ച അതേ ഡേറ്റിൽ തന്നെ അവൾക്ക് ജോലി കിട്ടി. ഈ കഴിഞ്ഞ ഒരു മാസം അവൾ അവിടെ പോയി കൺസൾട്ടൻറ്റ് ആ കൃത്യം ഡേറ്റിൽ വന്ന് അവിടെ പോയി ജോലി ചെയ്ത് ഒരു മാസം കഴിഞ്ഞ് കഴിഞ്ഞ ദിവസമാണ് ഇവിടെ വന്ന് ഈ സാക്ഷ്യം പറഞ്ഞത്. അപ്പോൾ എനിക്ക് കൂടുതൽ ശക്തി കിട്ടി. മാതാവ് ഞങ്ങളെ നയിച്ചുകൊണ്ടിരിക്കുന്നത് എനിക്ക് ഇപ്പോഴെങ്കിലും പറഞ്ഞില്ലെങ്കിൽ അത് വലിയൊരു ഇതായിട്ട് എനിക്ക് തോന്നി. ഞാൻ തിരിച്ചു വരികയായിരുന്നു ചെയ്തത്. അപ്പോൾ ഞാൻ ഇവിടെ വന്ന് ഇപ്പോൾ ആ സാക്ഷ്യം പറയാൻ എനിക്ക് കാരണമായത് അവൾക്ക് ആ കിട്ടിയത് ഇതുകൊണ്ടാണ്. അപ്പം ഇങ്ങനെ മാതാവ് ചെയ്തെന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരു ക്രിസ്ത്യൻ അല്ലെങ്കിൽ ഒരു മാതാവിൻ്റെ ശക്തി അതൊന്നും മനസ്സിലാക്കാതെ ഇങ്ങനെ മുന്നോട്ട് പോകും. പക്ഷേ മാതാവ് നമുക്ക് വേണ്ടതെല്ലാം തന്ന് നമ്മൾ അകന്ന് പോയാലും നമ്മളെ മാതാവിലേക്ക് വീണ്ടും അടുപ്പിച്ചുകൊണ്ടിരിക്കും. അതാണ് ഇതിലൂടെ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അപ്പോൾ തീർച്ചയായിട്ടും എനിക്കിത് പറയാതിരിക്കാൻ പറ്റില്ല. പറയാതിരുന്നാൽ വലിയൊരു ഇതോഗം. കാരണം അത് എഴുതി വെച്ച കാര്യങ്ങൾ അതുപോലെ സംഭവിക്കുക എന്നുള്ളത്, അതും 2 വർഷം കഷ്ടപ്പെട്ടിട്ട് കിട്ടാത്തത് വെറുതെ ഒരാഴ്ചത്തെ ഇതുകൊണ്ട് കിട്ടുന്നെന്ന് പറയുന്നത് എനിക്ക് അത് പറയാതിരിക്കാൻ പറ്റില്ല. അത് എൻ്റെ കൂടെയുള്ളവർക്കും അത്ഭുതം. അവരും പറഞ്ഞു നീ ഇങ്ങനെ പറയാതിരിക്കുന്നത് തെറ്റാടി എന്നൊക്കെ പറഞ്ഞു. അപ്പോഴൊക്കെ എനിക്കും അത്രയും അങ്ങ് ധൈര്യം കിട്ടിയില്ല. പിന്നെ ഇപ്പോൾ അനീതി വന്ന് പറഞ്ഞതിന് ശേഷം എനിക്ക് വീണ്ടും ധൈര്യം കിട്ടി. അവളും പറഞ്ഞു, എല്ലാവരും പറഞ്ഞതിൻ്റെ പേരിലാണ് ഞാനിങ്ങനെ വന്ന് പറയാനുള്ള ധൈര്യത്തിലേക്ക് എത്തുന്നത്. പറയാതിരിക്കാൻ പറ്റില്ല. മാതാവിനോട് പ്രാർത്ഥിച്ചാൽ തീർച്ചയായിട്ടും കിട്ടും. അത് എൻ്റെ ഒരു മാനസികാവസ്ഥയിൽ നിന്നുകൊണ്ട് അങ്ങനെ ചെയ്യാതെ പൂർണ്ണമായിട്ടും മാതാവിൽ വിശ്വസിച്ച് കരഞ്ഞ് അങ്ങനെ പ്രാർത്ഥിച്ച് മുന്നോട്ട് പോയാൽ തീർച്ചയായിട്ടും ഓരോ ചെറിയ എത്ര വലിയ നിയോഗമായിക്കോട്ടെ അത് സാധിക്കുമെന്ന് ഉറപ്പുള്ള കാര്യമാണ്.